നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇരിക്കുന്നത് വാഴ എന്നതിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ മലയാളികൾ ഫസ്റ്റ് മീനാക്ഷിയെ കണ്ടത് വാഴയിലല്ല, വാങ്കിലാണ്. അതായത് VKP സാറിന്റെ മകള് കാവ്യപ്രകാശ് മാമിന്റെ ഡയറക്ഷനിൽ വന്ന ഉണ്ണിയാർ സാറിന്റെ കഥ. അപ്പം അത്തരം ഒരു സിനിമയിൽ നിന്നും ഒരു എനിക്ക് തോന്നുന്നു 2021 റിലീസ്. അപ്പൊ ആ ഒരു സമയത്ത് നിന്നും വാങ്കിൽ നിന്ന് ഇപ്പം വാഴയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ആ ഒരു ഗ്യാപ്പ് നല്ലൊരു ജേർണി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട്, ഈവൻ ദോ മൂവീസ് വരുന്നില്ല പോലും. ഇപ്പോൾ വാഴയിലെത്തി നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. നമ്മുടെ മായ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേരിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതാണിപ്പോ വാങ്കിൽ നമ്മൾ കണ്ട മീനാക്ഷി അല്ല ഒരിക്കലും. കാരണം നമുക്ക് ലുക്ക് പോലും തീരെ സിമിലാരിറ്റി വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ വാങ്കിലുള്ള ക്യാരക്ടറിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹെയർ കട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ മെച്യൂരിറ്റി കുറച്ച് കുറഞ്ഞു. രണ്ടും കോളേജ് കാലഘട്ടമാണ് കാണിക്കുന്നത്, എന്നാൽ കൂടെ കുറച്ചുകൂടെ ക്യൂട്ട് ആ ഒരു ലുക്കിലേക്ക് വന്നു. സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വാങ്ക് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. പക്ഷേ വാഴ എന്ന് പറയുന്നത് കുറെ കൂടെ കൊമേഴ്ഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ്, ഇമോഷണൽ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു കൂടുതലും എന്റർടൈൻമെന്റ് ഫൺ ആ ഒരു സാധനമാണ്. ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് ടീമുമായിട്ടുള്ള ഒരു വർക്കിംഗ്? ഇപ്പോൾ രണ്ട് ടീമും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് നമുക്ക് പല പല എക്സ്പീരിയൻസസ് ആണല്ലോ ഓരോ ഡിഫറെൻറ്റ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. വാങ്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വാഴയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഫുൾ ടീം അലമ്പും ടോട്ടൽ ഫണ്ണും ഭയങ്കര ചില്ലായിട്ടുള്ളൊരു സെറ്റായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു മൂവിയാണ് വാഴ. ഇപ്പോൾ വിപിൻ ചേട്ടനായാലും ആനന്ദായാലും എൻറ്റയർ ടീം, നമ്മുടെ ബോയ്സ് ടീം എല്ലാവരും ആയാലും ഭയങ്കര ജോളി ആൻഡ് ഫൺ അങ്ങനെ പോയൊരു പടമാണ് വാഴ. നമ്മള് വാങ്കിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ട് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞല്ലോ, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താന്ന് പറയാൻ പറ്റുമോ? അത് ചിലപ്പം എനിക്ക് മാത്രമായിരിക്കും ആ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവും. അച്ഛനാണോ? അപ്പൊ അച്ഛനായിട്ടുള്ള ഒരു ഇമോഷണൽ രണ്ടിലും മെയിൻ ആയിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സാധനം അതാരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ ഏതോ ഇപ്പൊ മായാണ് ആദ്യമായിട്ട് ഇപ്പൊ പറയുന്നത്? എന്ത് ആ ഒരു ഡിഫറൻസ്? അത് എന്താ പറയാ, ആക്ച്വലി ശരിയാ. ആലോചിക്കുമ്പോ അച്ഛന്റെ ഒരു പരിപാടി വരുന്നുണ്ട്. എങ്ങനെയോ വരുന്നത് എനിക്കറിയത്തില്ല അതെന്താ, അതെങ്ങനെയോ വരുന്നു, വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ആ ഒരു വാങ്കിലെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പേടിക്കും, എന്തേ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാരും. കാരണം അതിൽ തന്നെ ചോദിക്കുന്നത് നിനക്ക് പ്രായം കുറച്ച് ഇറക്കി പിടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് മീനാക്ഷിക്ക് സിനിമയോടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയായിരുന്നു? കാരണം നമുക്ക് കിട്ടുമ്പോൾ ഇത് വർക്കാവോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഇൻഡസ്ട്രിയിൽ വളരെ കത്തി നിൽക്കുന്ന ആക്ടേഴ്സിന് പോലും ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ടൈം ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഇല്ലായിരുന്നു. അത് കൂടുതലൊന്നും നമുക്ക് അറിയില്ല സിനിമേനെ പറ്റി. എങ്ങനെ ഞാനിപ്പോൾ ആക്ട് ചെയ്താൽ എങ്ങനെ വരും, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, എങ്ങനെയാണ് ഫുൾ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഒന്നും അറിയാതെയാണ് വാങ്ക് ചെയ്യുന്നത്. ഇപ്പോഴും എല്ലാം അറിയുന്നല്ല ഞാൻ പറയുന്നത്. വാഴ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, എവിടേക്കോ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വാഴയിലേക്ക് വരുമ്പോൾ. വാങ്കെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത ഒരു പടമാണ്. ആ ഒരു ഈ ഒരു ഇത്രയും കാലമായിട്ട് മൂവിയിൽ ഇടയിലും മൂവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഈ മൂവി ഫീൽഡിലേക്ക്. അപ്പം ഇത്തരം ഒരു ക്യാരക്ടർ ഇപ്പം മായ വരുന്ന സമയത്ത് ക്യാരക്ടറിനപ്പുറം ഇപ്പൊ ഒരു ലുക്ക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഓക്കെ മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ആ ക്യാരക്ടർ ആൾക്കാരെ ഏറ്റെടുത്തില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? കാരണം നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വന്ന സമയത്ത്? അങ്ങനെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് കൂടുതലും ഞാൻ അയ്യോ എൻ്റെ മുടി പോയി അങ്ങനൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അവർ പറഞ്ഞു, ഓഡിഷന് ഞാൻ പോയതുകൊണ്ടാണല്ലോ അവരുടെ എൻ്റെ അടുത്ത് അറിയായിരുന്നു മുടി വെട്ടണം. ഈ ഹീറോയിൻ കോളെന്ന് ഇട്ടിട്ടുള്ളതിൽ കിൽബില്ല് മറ്റേ ഹീറോയിൻ്റെ ഹെയർ കട്ട് വെച്ചിട്ട് അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടം വരെ കട്ട് ചെയ്യത്തുള്ളൂ എന്ന്. ഓഡിഷന് പോയപ്പോഴാണ് ബോയ് കട്ടായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയ്ക്കായിരുന്നു, അമ്മയ്ക്ക് അയ്യോ മുടി വെട്ടണ്ടെന്ന് അമ്മ നോ അങ്ങനെ പറയത്തില്ല. എന്നാലും അമ്മ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും, മുടിയൊക്കെ പോവാ. ഔട്ട് വന്ന സമയത്ത് എന്തായിരുന്നു? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ഭയങ്കര എൻ്റെ സൈഡിൽ ഇരുന്നാണ് ഫുള്ള് പടം കണ്ടത്. അപ്പൊ അമ്മ ഭയങ്കര ഇമോഷണലൊക്കെ അതൊക്കെ കണ്ടു.
ശരി, നിങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കര ക്യൂട്ടായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരൊക്കെ വാഴകളാണ്. പക്ഷെ മായ എന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഓറിയന്റഡ് ആയിട്ടുള്ള ലൈഫിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു കോംബോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സിജു ആയിട്ടുള്ള അതെങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഈസി ആയിരുന്നു സിജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാതെ അവർ പറയുന്നു ഇതാണ് ഷോട്ട്, ഞങ്ങൾ എന്തൊക്കെയൊക്കെ കാണിക്കുന്നു, അത് വർക്ക്ഔട്ട് ആവുന്നു. അങ്ങനെ ഭയങ്കര ഈസി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു സിജുവിൻ്റെ കൂടെ. ഫുൾ ഫണ്ണാണ്. ഫുൾ റോസ്റ്റിംഗ് ആണ് ഇവര്. നമ്മളിപ്പോൾ ഒരു ഷോട്ടിന് മുന്നേ ഒക്കെ കയറുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിരിക്കും റോസ്റ്റിംഗ്. നമുക്കൊന്ന് മറ്റേ കൗണ്ടർ അടിക്കാനുള്ള ഗ്യാപ്പ് തരത്തില്ല. അങ്ങനെയാണ് റോസ്റ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയായത് മീനാക്ഷിയാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ അതെ, അതൊരു ഫീൽ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അതെ, പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പം ക്യാരക്ടറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്തത്, അതായത് ഒരു ടോം ബോയ് ലുക്കാണ് വരുന്നത്. പക്ഷെ അത് ആക്ച്വലി ആ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ അല്ല. പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് അങ്ങനെ ആവുന്നതാണ് ലൈഫിൽ. അച്ഛനൊരു, ഞാൻ കഥ അധികം പറയുന്നില്ല, ഉണ്ടാവല്ലോ, അപ്പം അങ്ങനെ ആവുന്നതാണ്. പിന്നെ അപ്പം ലൈഫായിട്ട്, മീനാക്ഷിയുടെ ലൈഫായിട്ട് ആ ഒരു ക്യാരക്ടറിനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനോ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ? ഞാൻ റിയൽ ലൈഫിൽ ടോം ബോയ് അല്ല. ഞാൻ കുറച്ച് പൊട്ടക്കെട്ട് ഫെമിനിൻ എനർജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള എന്താ, എനിക്കും അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ, പക്ഷെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ അങ്ങനെയല്ല. എനിക്ക് എൻ്റെതായ കുറേ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ മായക്ക് ചായ ഇഷ്ടമാണ്, എനിക്കും ചായ ഇഷ്ടമാണ്. എനിക്ക് ചായ കുടിക്കാൻ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് എല്ലാരും ഡിസ്കസ് ചെയ്യുന്നു. ബാ ചായ, എനിക്ക് മെസ്സേജ് ഒക്കെ നോക്കുമ്പോ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചായ കുടിക്കാം. സത്യം. കാരണം പൊതുവെ നമ്മൾ കൊച്ചി ലൈഫ് ആണെങ്കിൽ കൂടെ എല്ലായിടത്തും തട്ടുകടകൾ ഉണ്ടാവും. ഞാൻ സിനിമ കാണുമ്പോൾ കൂടെ വിചാരിച്ച് എന്താ ഇവര് തട്ടുകടയിൽ പോകാത്ത, രണ്ട് ഇതാണ് കാണിക്കുന്നത്, ഹോസ്പിറ്റലാണ് മെയിൻ ആയിട്ടുള്ള, പിന്നെ വേറെ അമ്പലം, പഴംപൊരി. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് അല്ല. അപ്പൊ അത് കേട്ടപ്പോ അങ്ങനെ ഒരു ഇത് തോന്നി, അത് പുതിയതാണല്ലോ. അത് ആ ഒരു വിപിൻ ചാട്ടനും ആനന്ദും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ തന്നെ എനിക്ക് അത് കൊള്ളാമല്ലോ, ഹോസ്പിറ്റലിലാരും ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ അത് ക്ലിക്ക് ആവുന്നു. ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കര ഇത്രയും ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെയൊക്കെയോ വർക്കൗട്ടായി. സിനിമയിലുള്ളൊരു മെയിൻ അറ്റ് ദ സെയിം ടൈം ഇമോഷണലും അതേസമയം കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു സീനായിരുന്നു. സിജു വന്നിട്ട് ആ ഒരു നൈറ്റില് അച്ഛനിരിക്കെ സംസാരിക്കുന്ന ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ട് ചെയ്ത സമയത്ത്? കാരണം ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും, പക്ഷെ അച്ഛനെ നോക്കുമ്പോൾ മായയുടെ ലൈഫ് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഇമോഷനാണ്. അതെങ്ങനെ മാനേജ് ചെയ്തു? അത് സ്മൂത്തായിട്ട് പോയി. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതാണ് ഞാൻ എങ്ങനെയൊക്കെയോ അതിങ്ങനെ ചെയ്തു പോയി. രസമുണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് ടൈമിൽ. ഇപ്പൊ അനീഷേട്ടൻ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കോ പ്രൊഡ്യൂസറാണ് അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ടൻ വന്നിരിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ അലമ്പുന്നു, സിജു അവിടെ ഡയലോഗ് പറയുന്നു, മഴ പെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ നാൾ മഴ പെയ്തു, ഒരു 6 ദിവസം. അതെ, ആ ഷോട്ട് എപ്പോൾ ഞങ്ങൾ കൊണ്ടുവച്ചാലും അപ്പം മഴ പെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകൾ പറയുക. സിജുവിൻ്റെ അടുത്ത പടത്തിലെ കഥയൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ പല പല കഥകൾ പറയുക. അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ ചില്ല് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സീനാണ്. അതെ അതെ.